മുൻ ഉദ്യോഗസ്ഥനായ വെട്ടിയാർ സ്വദേശി കെ ജനാർദ്ദനപിള്ള 82-ാം വയസ്സിൽ എഴുതിയ രണ്ടാമത്തെ നോവൽ അതിജീവിതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. SNDP യോഗം സെക്രട്ടറി ഡോക്ടർ AV ആനന്ദ്രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തക പ്രകാശനം ഹൈക്കോടതി അഭിഭാഷകൻ R പത്മകുമാർ നിർവഹിച്ചു. ഇന്ത്യൻ എയർഫോഴ്സ്, ഭാരത് പെട്രോളിയം, മസ്കറ്റ് റോയൽ ഗാർഡ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥനായിരുന്ന മാവേലിക്കര വെട്ടിയാർ നെല്ലിക്കോമത്ത് കെ ജനാർദ്ദനൻ പിള്ള തന്റെ 82-ാം വയസ്സിൽ എഴുതിയ രണ്ടാമത്തെ നോവൽ അതിജീവിതകൾ പ്രകാശനം ചെയ്തു. SNDP യോഗം പന്തളം യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് AV ആനന്ദരാജ് ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പത്മകുമാർ സാറ്, അതുപോലെ പ്രിയങ്കരനായ നോവലിസ്റ്റ്, മാവേലിക്കരയിലെ സാഹിത്യ കൂട്ടായ്മയുടെ അതിനെ ഏറ്റവും കൂടുതൽ പ്രേരക ശക്തിയായി ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട KK സുധാകരൻ സാറ്, റിട്ടയർഡ് പ്രിൻസിപ്പൽ കൂടിയായ എനിക്ക് തോന്നുന്നു ഷുഗർ കോളേജിൽ എൻ്റെ ജൂനിയറായി പഠിച്ചിട്ടുള്ള കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം, കണ്ടിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നുന്നിടത്താണ് ഈ പുസ്തകത്തിൻ്റെ വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും അത് വായിച്ചപ്പോൾ അത് വളരെ വ്യക്തമായി നമുക്കൊക്കെ മനസ്സിലാകും. നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ പലതും ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി വളരെ ലഘുവായ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ വളരെ കൃത്യമായി പിള്ളസാറുകളെ സ്വീകരിച്ചു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശനം ഹൈക്കോടതി അഭിഭാഷകൻ R പത്മകുമാർ നിർവഹിച്ചു. പുസ്തക സ്വീകരണം റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ G സുജാത നിർവഹിച്ചു. നോവലിസ്റ്റ് KK സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. എക്സ് സർവീസ് ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K കുട്ടൻ നായർ അധ്യക്ഷനായി. എഴുത്തുകാരൻ G രാജേഷ് വെട്ടിയാർ പുസ്തക പരിചയം നിർവഹിച്ചു. PS ലീലാമ്മ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് കേണൽ RPP കുറുപ്പ് മുഖ്യാതിഥിയായി. K ഗോപാലകൃഷ്ണപിള്ള, S അനിരുദ്ധൻ, സുനിൽ വെട്ടിയാർ, വാർഡ് മെമ്പർ B നിഷ, P പാറുക്കുട്ടിയമ്മ എന്നിവർ സംസാരിച്ചു. ജനാർദ്ദനൻ പിള്ള നന്ദി പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ലാംഗ്വേജിലും നമുക്ക് വായിക്കാൻ ആവശ്യമായ സമയം കിട്ടി. വായിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഓഫീസിൽ ഇരുന്നുകൊണ്ട് എഴുതിയ ഒരു നോവലാണ്. പിന്നീട് അത് ഞാൻ ഗൾഫിൽ പോയതിനു ശേഷം എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലക്കാരനൊരു ഷാജികൻ, അദ്ദേഹത്തിൻ്റെ ഹാൻഡ്റൈറ്റിംഗ് നല്ലതാണ്. എൻ്റെ ഹാൻഡ്റൈറ്റിംഗ് ആണെങ്കിൽ വായിച്ചാൽ എനിക്ക് പോലും മനസ്സിലാക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ കോപ്പി എഴുതി അന്ന് ഒരു മലയാള മനോരമയാണോ മനോരാജ്യമാണോന്ന് ഓർക്കുന്നില്ല, അവരുടെ മത്സര വിഭാഗത്തിലേക്ക് ഞാൻ അയച്ചു. അപ്പോൾ അവിടെ ചെല്ലുന്നതിനേക്കാളും ലേഖനത്തിലാണ് തിരിച്ചെടുക്കുന്നത്. അവരെ നോക്കിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.